ക്യാഷ് ബാക്കിൽ വരെ ഇറക്കാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക് റാപ്പിഡ് കേട്ടോ. വെറും 2,50,000 രൂപ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് ₹2 അടുത്ത് ചെയ്യാൻ പറ്റും. ലോൺ ഒരു 1,30 കൊടുക്കാം. 1,30 ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കൊടുക്കാം. ഓഫർ 2,90,000 രൂപ. 2,90 മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് റൈഡോ കാസിന്റെ രണ്ടാമത്തെ കിഡ്ലം പാർട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമുക്ക് അത്യാവശ്യം നല്ല സ്വിഫ്റ്റുകൾ, അത്യാവശ്യം നല്ല ആഷ് ബാഗുകൾ, സെഡാനുകൾ എല്ലാം ഉണ്ട്. ലാസ്റ്റ് നമ്മൾ 7 സീറ്ററുകൾ അതേപോലെ തന്നെ ഇന്നോവകളൊക്കെ ചെറിയ പ്രൈസിലാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ റൈഡോ കാസിലാണ് ലൊക്കേഷൻ വരുന്നത്. മലപ്പുറം ബോർഡർ പ്ലേസ്, അതായത് മലപ്പുറം കാലിക്കറ്റ് ബോർഡർ പ്ലേസിൽ കാക്കഞ്ചേരിയാണ്. കാക്കഞ്ചേരിയിൽ നിന്ന് നമ്മൾ കൊട്ടപ്പുറം റൂട്ടിലായിട്ടാണ് റൈഡോ കാസ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിസാർക്കാണ് ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ. നിസാർക്ക നമുക്ക് ഓഫർ പ്രൈസിലാണ് തുടങ്ങുന്നത്. ഓഫർ പ്രൈസ് 2013 വണ്ടി. 2013 വണ്ടി പ്ലസ് വണ്ടി 2013 നമുക്ക് ഓഫറിൽ ഒരു 1,30 കൊടുക്കാം. 1,30 ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു ബൈക്ക് വാങ്ങണ പ്രൈസിന് നമുക്കൊരു കാറ് വാങ്ങാന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു 4,000-5,000 രൂപ EMI വരുള്ളൂ, അത്രേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു പ്രൈസിന് ഒരു കാറ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് 1,30 ഇറ പ്ലസ് ഇല്ല. അതേപോലെ അടുത്തത് നമ്മളൊരു പ്രീമിയം വണ്ടി ആണെങ്കിൽ ഒരു സെമി പ്രീമിയം ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി വാഹനം ടൊയോട്ട കൊറോള ഓൾട്ടിസ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ. 2013 മോഡൽ ഫുൾ ലോഡ് മോഡൽ. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. നല്ല അടിപൊളി കളറാണ്. അതേപോലെ തന്നെ നമുക്ക് മൈലേജ് ഒരു 18-20 മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ജിയാണ് ഓപ്ഷന്. ഇതിലൊക്കെ നല്ല കിഡുവാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ കൊടുക്കാം? 490 കൊടുക്കാം. 490 അല്ല, ഒരു 10,000 രൂപ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റൂല. ഇത് നമുക്ക് അതിന്റെ നേരെ ചെറുവാഹനാണ്. എത്തിയോസ് 2014 വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1,25 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഓഫർ 2,90,000 രൂപ. 2,90 മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. ഈ വണ്ടിയാണ് മാക്സിമം ലോൺ കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. അടുത്താണ് നമുക്കൊരു സ്കോഡ റാപ്പിഡ്. അത് വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. കൊടുവള്ളി രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2019 ഓട്ടോമാറ്റിക് റാപ്പിഡ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡ്ലൻ ഇന്റീരിയർ ആണ്. അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നില്ല. അതെ, ഡീസൽ ഓട്ടോമാറ്റിക് ചെറിയൊരു വർക്ക് എടുത്ത വണ്ടിയാണ്. നമുക്ക് ഇതിന് ഓഫർ പ്രൈസിൽ 5 രൂപ കൊടുക്കാം. 5 രൂപ കൊടുക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. റാപ്പിഡിന്റെ മാർക്കറ്റുകൾ അന്വേഷിച്ചാൽ മതി. നല്ല ഓഫർ റേറ്റിലാണ് ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്. നല്ല പെർഫോമൻസ്, മൈലേജ്, ബോഡി ക്വാളിറ്റി. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. അതിന് മേലെ അപ്പൊ ക്യാഷ് ബാക്കിൽ വരെ ഇറക്കാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക് റാപ്പിഡ് കേട്ടോ. ഇത് നമുക്കൊരു കിഡ്ലൻ സ്വിഫ്റ്റ് വരുന്നുണ്ട്. റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. ഡോൾ ടൂൺ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 LXi ഓപ്ഷനിൽ വരുന്നുണ്ട്. LXi ഓപ്ഷൻ. അപ്പൊ AC പവർ സ്റ്റിയറിംഗ്, ടുഡോ പവർ വിൻഡോ, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് അല്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1,10. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 4,90,000 രൂപ. 4 മാക്സിമം ലോണും ചെയ്യാം. 10-30 രൂപയ്ക്ക് വേണ്ടി. അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്, വൈറ്റ് ഫിനിഷിംഗ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2018 തന്നെയാണ്. ഇത് VXi ആണ്. ഏറ്റവും ഫുൾ ലോഡാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന വണ്ടി. അതുപോലെ തിരുവങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുള്ള എല്ലാം വരുന്ന ഒരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. എത്ര ഈ വാഹനത്തിന്? 5,400 അല്ലേ? അങ്ങനെ ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2022. അതായത് ഡുവൽ ജെറ്റ് VVT എഞ്ചിനൊക്കെ വരുന്നതാണ്. സോ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യം? 1,10 ഓടിയിട്ടുണ്ട്. 1,10 ഓടിയിട്ടുണ്ട്. ഫുൾ പിന്നെ അത്യാവശ്യം എല്ലാം പിന്നെ സർവീസ് എല്ലാം പക്കയാണല്ലോ. നമുക്ക് ഫുൾ ലോണിൽ ഒരു 5,90,000 രൂപ. ഫുൾ ലോണിൽ നമുക്കൊരു സ്വിഫ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് കിഡ്ലം വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല പക്കായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 5,90,000. 5,90,000. അത് ഫുൾ ലോണില് മോഡൽ കൂടെ 22 മോഡൽ സ്വിഫ്റ്റ് കേട്ടോ. ഇത് നമുക്കൊരു ഹോണ്ട ജാസ് പെട്രോൾ ആണ്. മൈലേജ് കിട്ടും. അത്യാവശ്യം നമുക്ക് അഡീഷണൽ നല്ല കോസ്റ്റ് ആയിട്ട് അലോയ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നല്ല സ്പേഷ്യസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മോൾഡ്, കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ 1,10. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് ചോദിക്കുന്നത് വില നമുക്ക് ലാസ്റ്റ് ഒരു 5 രൂപ കൊടുക്കാം. 5 രൂപ. മോഡൽ പറഞ്ഞ 18 മോഡൽ 5 രൂപ ലാസ്റ്റ് അല്ല. ദെൻ വീണ്ടും നമുക്ക് ഏറ്റവും ഫുൾ ലോഡില് ZI ഓപ്ഷനിൽ ഒരു സ്വിഫ്റ്റ് ഇല്ല. 16 ഫുൾ ലോഡ് ഉണ്ട്. ഏറ്റവും ഫുൾ ലോഡില് ZI ഓപ്ഷൻ, അത് ഡീസല് മൈലേജ് കിട്ടുന്ന ഒരു കിഡ്ലം സ്വിഫ്റ്റ്. ഇതെങ്ങനെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് നമുക്ക് 1 ചില്ലാൻ ഓടിയിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് മോൾഡ്, കൺട്രോൾസ്, അഡീഷണൽ ആയിട്ട് ഒത്തിരി ഫിറ്റിംഗ്സുകൾ, സ്കേട്ടിങ്, അഡീഷണൽ ആയിട്ട് നമുക്ക് ലാംപ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അതേപോലെ ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം.
ഡീസൽ വണ്ടിയാണ്, ഒരു 20 മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. മോഡൽ വരെ 2014 മോഡൽ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ലാസ്റ്റ് 465 കൊടുക്കാം. 465. എത്ര പിന്നെ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ശരിക്കും ഒരു 50 ഉറുപ്പിക ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇത് നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2014 കിലോമീറ്റർ കാര്യങ്ങൾ. കിലോമീറ്റർ ഇത് ഒരു ഓടിച്ച് കുറഞ്ഞ കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ഇത് 90,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ വരുന്നത് ഇത് 90,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 90,000 കിലോമീറ്റർ. അത്യാവശ്യം അഡീഷണൽ ആയിട്ട് നല്ല കോസ്റ്റ് ആയിട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് അല്ലെ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമ്മള്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 365 കൊടുക്കാം. 365. ചെറിയൊരു പ്രൈസിന് നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് ഉണ്ടാവും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ശരിക്കും 30 റുപ്യ വണ്ടി ഇറക്കാം അല്ല. വീണ്ടും സ്വിഫ്റ്റ് തന്നെയാണ്. എല്ലാം നമുക്ക് മിക്ക വണ്ടികളും നമുക്ക് ഫാൻസി നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഡീസലാണത്. 2012 ഡീസൽ. 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2.5 ലക്ഷം രൂപ കേട്ടോ. ചെറിയൊരു പ്രൈസിലാണ് സ്വിഫ്റ്റ്. അത് നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. വെറും 2,50,000 രൂപ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് 2 രൂപ അടുത്ത് ചെയ്യാൻ പറ്റും. ലോൺ 19 രൂപ വണ്ടി ഇറക്കാം അല്ല. ചെറിയ പ്രൈസിന് സ്വിഫ്റ്റ്. ഇത് നമുക്ക് ഇതാണ് ഒരു അടിപൊളി അമേസ് വരുന്നുണ്ട്. അതും ഡീസൽ വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ. 2013 മോഡൽ ഉണ്ട് അല്ലേ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ ഇവിടെ വരുന്നത് 1.30 അല്ല. അതായത് മെയിൻ്റെനൻസ് വളരെ കുറവാണ് ഈ വാഹനം. അതേപോലെ തന്നെ നമുക്ക് ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എത്ര റുപ്യ പറഞ്ഞാൽ? ഇതിന് ചെറിയ ക്രാക്ക് ഉണ്ട്. ഗ്ലാസ് മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഈ ക്രാക്കുകളാണ് മാറ്റി കൊടുക്കാം. എത്ര രൂപ കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് 2.95 19 രൂപ വണ്ടി ഇറക്കാം. അടുത്ത ചെറിയൊരു വാഹനങ്ങളാണ്. അത് റെനോ കിഡ് ഓട്ടോമാറ്റിക് അല്ല. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 വണ്ടിയാണ്. 2017. കിലോമീറ്റർ കാര്യങ്ങൾ 65 RXT ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 2.75 കൊടുക്കാം. 2.75 ഒരു ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ചെറിയൊരു പ്രൈസിന് മാക്സിമം ട്രാക്കിനെയും ഫുൾ ഓണിനെ ചേഞ്ച് ചെയ്യാം. ഇത് ന്യൂ മോഡൽ വാഗ്നർ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2023 ഏറ്റവും ഫുൾ ലോഡ് ZXi ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. 1.2 അത് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങള് അതൊക്കെ എല്ലാം ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അലോയ്സ്, കോസ്റ്റ്ലി ആയിട്ടുള്ള പിന്നെ ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വെറും 70 ഓടിയിട്ടുള്ളൂ. 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. നല്ല ക്ലീൻ പീസ് വണ്ടിയില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 5.30 കൊടുക്കാം. 5.30 അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 30 രൂപ വണ്ടി ഇറക്കാം. ഇത് നമുക്ക് അതിന്റെ ഒരു തൊട്ട് ജനറേഷൻ തൊട്ട് മുന്നേ ഉള്ള ജനറേഷനാണ്. ഈ ഒരു വാഹനം കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. അതിന്റെ ഏറ്റവും ഫുൾ ലോഡിൽ ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2016 ഓട്ടോമാറ്റിക്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.20 അല്ല. എഞ്ചിന് മെക്കാനിക്കലി ഫിറ്റ് അല്ല. എത്ര 3.5 രൂപ കൊടുക്കാം. വെറും 3.5 രൂപയ്ക്ക് അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 50 രൂപ. എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. ടയോട്ട എത്തിയോസ് ലിവ ഡോൾട്ടൂൺ ആണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2018 വണ്ടി GD ആണ് അല്ലെ. കേരള വണ്ടിയാണോ അതോ റീവണ്ടിയാണോ വരുന്നത്? റീവണ്ടിയാണ് അല്ലെ. ഇതൊക്കെ നല്ല കിടുവാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1.15 അല്ലെ. എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? 5.25 ഫൈനൽ കൊടുക്കാം. 5.25 അല്ലെ. ഒരു 19 രൂപയ്ക്ക് ട്രാക്കിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റൂല. ചെറിയൊരു ബഡ്ജറ്റിന് നല്ലൊരു 800 cc മൈലേജ് ഒക്കെ ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ഡാറ്റ്സന്റെ റെഡിഗോ ഏറ്റവും ഫുൾ ഓണിൽ കൊടുക്കാം. ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റും. അതും ചെറിയൊരു പ്രൈസിന്. എങ്ങനെയായിരുന്നു മോഡൽ? 2016 മോഡൽ വണ്ടിയിൽ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് 1.40 കൊടുക്കാം. 1.40 കൊടുക്കാം. അതും ഫുൾ ഓണിൽ. അതുകൊണ്ട് ഒരു ടാറ്റ ടിയാഗോ അല്ലെ. ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതേപോലെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 വണ്ടി അല്ലെ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ഏറ്റവും ഫുൾ ഓൺ ആണ് ഈ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ തന്നെ വരുന്ന മാനുവല് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല. എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 3 രൂപയ്ക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 3 രൂപ. അതും ഫുൾ ഓണില് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഇത് നമുക്ക് വീണ്ടും ഒരു റെഡി തന്നെയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണല്ലോ. അപ്പൊ ചെറിയൊരു സാധാരണക്കാരൻ്റെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി, അത് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിസാന്റെ സബ് ബ്രാൻഡായ ഡാറ്റ്സന്റെ വാഹനമാണ് വരുന്നത്. റെഡിഗോ ആണ്. ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ പറഞ്ഞത്? 2018 മോഡൽ അല്ലേ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 40,000 ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം അല്ല. എത്രയാണ് ചോദിക്കുന്നത്? 2.5 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ഓണിൽ കൊടുക്കാം. അടുത്ത ഒരു ഐട്ടൺ ആണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങള്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെ. പെട്രോൾ ആണ്. എത്രയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു?
മോഡല് കാര്യങ്ങള് 2014 മോഡലാണ്. കിലോമീറ്റർ 110 ഓടി. എത്ര ചോദിക്കുന്ന ഒരു വാഹനം? നമുക്ക് ലാസ്റ്റ് 190 കൊടുക്കാം. 190 ഒരു ബെസ്റ്റ് പ്രൈസിന് നല്ലൊരു വാഹനം കൊണ്ടോ അല്ല. ഇത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3-4 ഓൾട്ടോസ് വരുന്നുണ്ട്. ഓൾട്ടോ 800 ഇപ്പൊ നിലവിൽ കമ്പനി ഇല്ല. സോ നമുക്ക് ഓൾട്ടോ 800 നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ്. സാധാരണക്കാരൻ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഇത് സിൽവർ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2013 വണ്ടി. 2013 വണ്ടി അല്ലേ? ഒരു 18-20 മൈലേജും കിട്ടും. 20 മൈലേജും കിട്ടൂല. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 90,000 കിലോമീറ്റർ ഓടിച്ചോളൂ. എത്ര ചോദിക്കും നമ്മൾ? ഇത് നമുക്ക് ലാസ്റ്റ് 160 കൊടുക്കാം. ചെറിയൊരു പ്രൈസിന് അല്ലേ? ഒരു ബൈക്കിനൊക്കെ ഇപ്പൊ ഒരു ബുള്ളറ്റ് വാങ്ങുന്ന പ്രൈസിന് വണ്ടി വാങ്ങാം. ഒരു ചെറിയ EMI ഒക്കെ വരുള്ളൂ. ഒരു 4,000-5,000 രൂപയ്ക്ക് വരുള്ളൂ. ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് ഒരു 1 ലോൺ ചെയ്യാൻ പറ്റും. 1 10-15 റുപ്യന് വണ്ടി ഇറക്കാം. അടുത്ത വീണ്ടും ഒരു സിൽവർ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 വണ്ടിയാണ്. 2016 വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് നമുക്ക് 185 കൊടുക്കാം. 185 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാം. നല്ല പാർട്ടിയാണ്. ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ പ്രൈസിന് അല്ലേ? ഞാനൊരു കളർ ചേഞ്ച് ആണ് ഗ്രേ ഫിനിഷിംഗ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2020 വണ്ടിയാണ്. ചെറിയ വർക്ക് എടുത്ത വണ്ടിയാണ്. കുറെ വർക്ക് എടുത്ത വണ്ടിയാണ്. BS6 വേരിയന്റ് ആണ്. ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. നമുക്ക് 2,60,000 രൂപ കൊടുക്കാം. 260 അതും നമ്മള് ഫുൾ ഓൺ ഉള്ള കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടി. മോഡൽ പറഞ്ഞത് 2020 മോഡൽ. 2020 BS6 വണ്ടി ഫുൾ ഓൺ കേട്ടോ. ഇത് നമുക്കൊരു ബീറ്റ് ഡീസൽ ആണത് പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ ബീറ്റ് ആണ്. മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. എത്ര ചോദിക്കുന്നത്? 1,00,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. 25 വരെ കമ്പനി മൈലേജ് പറയുന്ന ഒരു വണ്ടിയാണ്. 1,00,000 രൂപയ്ക്ക് അല്ലേ? വീണ്ടും നമുക്കൊരു പൊളി ഐറ്റം വരുന്നുണ്ട്. റെഡ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2011 അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 37 കിലോമീറ്റർ ഓടിക്കും. 37 ചെറിയ കിലോമീറ്റർ ഓടി വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് പറഞ്ഞാൽ? ഇത് നമ്മൾ 1,35 കൊടുക്കാം. 1,35 നമുക്ക് ഈ വാഹനം ചെയ്യാം. ഇത് നമുക്കൊരു ടാറ്റ ഇൻഡിക വിസ്റ്റ അല്ല? ഡീസൽ വണ്ടി അല്ലേ വരുന്നത്? ഇത് കോട്ടജെറ്റ് അല്ല എഞ്ചിൻ വരുന്നത്? എത്രയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 അല്ലേ? എത്ര ചോദിക്കുന്നത്? 1,40 കൊടുക്കുന്നു. 1,40 ചെറിയൊരു പ്രൈസിന്. ഫ്രണ്ട്സ്, നമ്മളിന്ന് റൈഡ് ഓണിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരന് നല്ല അഫോർഡബിൾ ആയ പ്രൈസിൽ അത്യാവശ്യം നല്ല വലിയ വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കണം, മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരിയിൽ നിന്നും കൊണ്ടോട്ടി റൂട്ടിൽ കൊട്ടപ്പുറം റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ മേരുന്നൊരു വീണ്ടും കാണാം. റിയാസ് നിസാർക്ക സൈനിങ് ഓഫ്.